കിഡ്നി ശുദ്ധിയായി കിട്ടുന്നു. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണ്, കിഡ്നിയിലുണ്ടാകുന്ന കല്ല്, ഈ കല്ല് രോഗത്തിന്റെ വകുപ്പിലും ഈത്തപ്പഴം കഴിക്കുന്നവർക്ക് കിഡ്നി രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കിഡ്നിയിൽ കല്ല് ഉറഞ്ഞു കൂടുന്നത് ഒഴിവാക്കാൻ കഴിയും ഈത്തപ്പഴം. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് എന്ത് ഞാൻ അതൊക്കെ വിശദീകരിച്ച് വരുമ്പോൾ അങ്ങനെ മണിക്കൂറുകൾ പോകും, നമ്മുടെ പരിപാടി നീണ്ടുപോകും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുപോലെ വൻകുടൽ ക്യാൻസറിന് തടുക്കാനുള്ള കഴിവ് ഈത്തപ്പഴത്തിനുണ്ട്. പിന്നെ ഈത്തപ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുപ്പില്ലാത്ത ഫുഡാണ്. അതുകൊണ്ട് തന്നെ രക്തഞരമ്പുകൾക്ക് മാത്രമല്ല, രക്തഞരമ്പുകൾക്ക് സംരക്ഷണം നൽകാനുള്ള കപ്പാസിറ്റിയും അതിനുണ്ട് എന്ന് മാത്രമല്ല, വിറ്റാമിൻ ബി കോംപ്ലക്സും അതിലകത്ത് അടങ്ങി. നമ്മൾക്ക് എണ്ണിയല്ല വിറ്റാമിൻ ബി, അതും ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. കൂടിയ രക്തസമ്മർദ്ദത്തെ കുറക്കാൻ അതിന് കഴിയും. പിന്നെ പ്രമേഹ രോഗികൾക്ക് ഒരു അടിവരട്ടിട്ട് കുറച്ച് കാര്യം പറയട്ടെ. പ്രമേഹ രോഗികൾക്കാണ് ഈത്തപ്പഴത്തിൽ ഇപ്പോൾ ഒരു സംശയമുള്ളത്, തിന്നാൻ പറ്റുമില്ലേ എന്ന്. അവിടേക്ക് നമ്മൾ എത്തിയില്ല, നമ്മൾ പ്രഷർ മേലെ എത്തിയുള്ളൂ. അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നതാണ്. പ്രമേഹ രോഗികൾ ചിന്തിക്കേണ്ടത്, പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർക്ക് ചെറിയ അളവിൽ കഴിക്കാം, അല്ലാത്തവർ കഴിച്ചു നോക്കണം. ആദ്യം കൂടുന്നുണ്ടെങ്കിൽ നിർത്തണം, കൂടുന്നില്ലെങ്കിൽ കഴിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ട്. ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും അല്ല, അതിലടങ്ങുന്ന ചെറിയൊരംശം സുക്രോസ് ഉണ്ട്. അതാണ് പ്രശ്നം ഉണ്ടാക്കുക. പക്ഷെ അത് ദഹിപ്പിക്കാനുള്ള വിറ്റാമിൻ ബി കോംപ്ലക്സും അതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അതിൽ ഷുഗറിനായിട്ട് പരിധിയിൽ കൂടുന്നുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഈത്തപ്പഴം കഴിച്ച് നോക്കിയിട്ട് കൂടുന്നുണ്ടെങ്കിൽ നിർത്തുക, കൂടുന്നില്ലെങ്കിൽ തുടർന്ന് കഴിച്ചാൽ അത് നിങ്ങളുടെ വിറ്റാമിൻ ബി കോംപ്ലക്സ് ശരീരത്തിന് പ്രദാനം ചെയ്യാനും കഴിയും. അതോടൊപ്പം നിങ്ങളുടെ ഷുഗറിന്റെ അംശം കുറഞ്ഞു വരാനും സാധ്യത വരും. പക്ഷെ അത് ചെക്ക് ചെയ്തിട്ട് വേണം തുടർന്ന് ഉപയോഗിക്കാൻ. പിന്നെ മാഗ്നീഷ്യം ഇതുപോലെ തന്നെ ക്യാൻസറിനെ വരെ തടുക്കാൻ കഴിവുള്ള ഒന്നാണ്. ക്യാൻസറിനെ വരെ തടുക്കാൻ നമുക്ക് കഴിവുള്ള ഒന്നാണ് ഈത്തപ്പഴം, മാഗ്നീഷ്യം. ആ മാഗ്നീഷ്യം ഇഷ്ടംപോലെ അടങ്ങുന്ന ഒന്നാണ് ഈത്തപ്പഴം. പിന്നെ നഖം, മുടി, തൊലി, വായ, മോണ, പല്ല്, ഈ വക അംശങ്ങൾക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈത്തപ്പഴം. ഈത്തപ്പഴത്തിന് പൊതുവായ ചികിത്സയിൽ നിങ്ങൾക്ക് എത്രമാത്രമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. പൊതുവായ ചികിത്സയിൽ ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ നാഡീവ്യൂഹത്തെ ശക്തമാക്കാനും ന്യൂനതകളെ പരിഹരിക്കാനും ഈത്തപ്പഴം കൊണ്ട് കഴിയും. തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി, ചിലർക്ക് തൊണ്ടയിൽ ഇവിടെ ഒരു ഗ്രന്ഥി ഉണ്ടെങ്കിൽ മുഴാണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, തൈറോക്സിൻ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് തൈറോയിഡ് ഗ്രന്ഥി. ഈ ഗ്രന്ഥിക്കുണ്ടാകുന്ന പാകപ്പിഴവുകളെ നിയന്ത്രിക്കാൻ ഈ ഈത്തപ്പഴത്തിന് കഴിയുമെന്ന് മാത്രമല്ല, ഈത്തപ്പഴത്തിൽ അയഡിനും അടങ്ങുന്നുണ്ട്. അയഡിൻ അത് മറ്റൊരു വിഷയമാണ്, അത് പറഞ്ഞാൽ കുറേ ഇനി നീളും. കാരണം അയഡിൻ നൽകാൻ വേണ്ടി അയഡിൻ ചേർത്ത ഉപ്പ്, പൊടിയുപ്പ് നാട്ടിൽ വിതരണം ചെയ്ത് കല്ലുപ്പ് നിരോധിച്ച് കുറെ ബഹളങ്ങളൊക്കെ ഉണ്ടായതാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ഈ പല നൂൽപ്പാലത്തിലൂടെയൊക്കെ ചില സമയത്ത് മെഡിക്കൽ സയൻസ് സഞ്ചരിക്കാറുണ്ട്. അത് ഹിമാലയൻ താഴ്വരയിലുള്ളവർക്ക് തൊണ്ടമുഴുണ്ട് എന്നൊരു കാരണം കണ്ടെത്തിയാണ്ട് അത് പിടിച്ച് ഇന്ത്യയിൽ ഒട്ടാകെ കല്ലുപ്പ് നിരോധിക്കുകയും കല്ലുപ്പ് തൊഴിലാളികൾക്ക് മുഴുവൻ തൊഴിലില്ലാതാക്കുകയും ഒപ്പം പൊടിയുപ്പ് കമ്പനികൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് മൊത്തം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഒരു മെഡിക്കൽ സയൻസിന്റെ ഒരു ജുഗുപ്സാവഹമായ മേഖല ഉണ്ട്. ഞാൻ ലേഖനം എഴുതിയിരുന്നു ചന്ദ്രിക വാരാത്ത പതിപ്പിൽ പണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഉപ്പിന്റെ അകത്തെ ഉപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് വലിയൊരു വിഷയമാണ്. അപ്പൊ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഉപ്പ് ആവശ്യമുള്ള ഒന്നുമല്ല. അയഡിൻ ചേർത്ത ഉപ്പൊന്നും കേരളക്കാർക്ക് ആവശ്യമില്ല. ഈത്തപ്പഴം തിന്നുന്ന അറബികൾക്ക് ആവശ്യമില്ല. ഇവിടെ ആർക്കും തൊണ്ടമഴയുമില്ല. ഈ തൊണ്ടമഴയേക്കാൾ കൂടുതൽ അപകടം വരുത്തുന്ന ഒന്നാണ് പ്രഷർ. ഉപ്പിലൂടെ പ്രഷർ അധികരിപ്പിക്കപ്പെടും എന്ന് വൈദ്യശാസ്ത്രം മൊത്തം അംഗീകരിച്ച കാര്യമാണ്. ആ ഉപ്പിൽ അയഡിൻ ചേർത്തിട്ട് പ്രഷർ കൂടിയാലും കുഴപ്പമില്ല, തൊണ്ടമഴ പോകാൻ ഉണ്ടാവരുതെന്ന് പറയുന്ന, ഈ തൊണ്ടമഴ ഇല്ലാത്തവന് ഉണ്ടാവരുതെന്ന് പറയുന്ന മെഡിക്കൽ സയൻസ് ഒക്കെ ഏതിന്റെ സയൻസാണ് നമുക്കറിയാം. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ പറഞ്ഞു വന്നത്, ആ അയഡിൻ കേരളക്കാർക്ക് ആവശ്യമില്ലെന്ന് മാത്രമല്ല, അയഡിൻ കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് താനും. കാരണം കടൽ വിഭവങ്ങളിൽ മുഴുവൻ അയഡിൻ ഉണ്ട്. കക്കയിലുണ്ട്, കടുക്കയിലുണ്ട്, മത്സ്യത്തിലുണ്ട്, കടലോരത്തുള്ള മണലിലുണ്ട്, അതുവഴി അവിടെ കൃഷി ചെയ്യുന്ന വസ്തുക്കളിലുണ്ട്. ഇതൊക്കെ കിട്ടുന്ന കേരളക്കാരന് അയഡിൻ ചേർത്ത് ഉപ്പിന്റെ ആവശ്യമില്ല. ഹിമാലയൻ താഴ്വര എന്ന് പറയുന്ന കടലിൽ നിന്ന് എത്രയോ അകലെയാണ്. അപ്പൊ കടലുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അവർക്കുണ്ടായിരിക്കാൻ ചിലപ്പോൾ തൊണ്ടമുഴ. അപ്പൊ അവിടെ നടപ്പാക്കേണ്ട ചികിത്സയാണ് ഇവിടെ നടപ്പാക്കിയത്. വൈദ്യശാസ്ത്രത്തെ മറവിൽ ഇങ്ങനെ പലവും നടക്കുന്നുണ്ട്. ബംഗാളിൽ പണ്ട് വിറ്റാമിൻ എ ഡ്രോപ്പ് കൊടുത്തിട്ട് കുറെ കുട്ടികൾ മരണപ്പെട്ടു. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് 70 കുട്ടികൾ മരണപ്പെട്ടു, 700ഓളം 1000ഓളം കുട്ടികൾ ഹോസ്പിറ്റലായി. വിറ്റാമിൻ എ കൊടുത്തിട്ട് ഡ്രോപ്പ് കൊടുത്താണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ യൂണിസെഫിന്റെ അളവ് വെച്ചാണ് കൊടുത്തത്, ഞങ്ങളടുത്ത് തെറ്റും പറ്റിയില്ല. കറക്റ്റാണ്, അവരുടെ തെറ്റ് പറ്റിയില്ല. പക്ഷെ ഈ അളക്കുന്ന സ്കെയിലുമലാണ് തെറ്റ്.
അമേരിക്കക്കാരന്റെ സ്റ്റാമിന കൊറിയക്കാരനില്ല, കൊറിയക്കാരന്റെ സ്റ്റാമിന അല്ല ഇന്ത്യക്കാരനുള്ളത്. ശരീരപ്രകൃതികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരനെ അളക്കുന്ന സ്കെയിൽ വെച്ചുകൊണ്ട് കൊറിയക്കാരനെ അളക്കാൻ പറ്റൂല. ഹൈറ്റിലും വെയിറ്റിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ അളക്കുന്ന സ്കെയിൽ ഒറ്റ സ്കെയിൽ വെച്ച് ലോകത്തുള്ളവരെ മൊത്തം അളക്കുന്നതാണ് ഈ പ്രശ്നം. ബംഗാളിൽ കൊടുക്കുമ്പോൾ അമേരിക്കയിൽ കൊടുത്ത ഡോസല്ല ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ. അതുപോലെ തന്നെ പരിശോധിച്ചിട്ട് ഇവർക്ക് ഈ വിറ്റാമിൻ എയുടെ കുറവുണ്ടോ ഇല്ലേ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. എല്ലാവർക്കും ഒരു ഡോസ് കൊടുക്കാൻ പറ്റൂല. വിറ്റാമിൻ എ നല്ല സാധനമാണ്, വിറ്റാമിനാണ്. പക്ഷെ കൂടിയാൽ അപകടകാരിയാണ് വിറ്റാമിൻ എ. 70 കുട്ടികളെന്ന് മരണപ്പെട്ടു, യൂണിസെഫിന്റെ കണക്ക്. അമേരിക്കക്കാരൻ അവിടുന്ന് കൂട്ടിയ കണക്ക് ഇവിടെ കൊടുന്നിട്ട് വിതരണം ചെയ്യാണ്. അപ്പൊ അമേരിക്കക്കാരൻ പറഞ്ഞു എന്നതുകൊണ്ട് മെഡിക്കൽ സയൻസ് നമുക്ക് ബാധകമാക്കിക്കൊള്ളുന്നില്ല. നമ്മളുടെ കാലാവസ്ഥക്ക് ഇയാൾ പറഞ്ഞതുപോലെ ഇപ്പൊ അന്താരാഷ്ട്രവൽക്കരണത്തെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ മുമ്പ് വന്നപ്പോ നമ്മുടെ മുൻ പ്രധാനമന്ത്രി VP സിംഗ് പറഞ്ഞു, നമ്മൾക്ക് അന്താരാഷ്ട്രമൊക്കെ ആവാം, പക്ഷെ തലക്ക് ധരിക്കുന്ന തൊപ്പി തലയിൽ ഒതുങ്ങുന്നതായിരിക്കണം, കണ്ണും മൂക്കും ചെവി ഒന്നാകെ മൂടുന്ന തൊപ്പി ധരിക്കരുത് എന്ന് പറഞ്ഞതുപോലെ മെഡിക്കൽ സയൻസ് അന്താരാഷ്ട്രമൊക്കെ ആണെങ്കിലും നമുക്ക് പറ്റൂല്ല എന്ന് പരിശോധിച്ചിട്ട് വേണം ഇവിടെ നടപ്പാക്കാൻ. അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ അവരളവിൽ നമ്മളെ കുട്ടികൾ കൊടുത്താൽ സ്വീകരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ യുനാനി കാഴ്ചപ്പാടിനനുസരിച്ച് ഓരോ മനുഷ്യർക്കും പ്രത്യേക മിസാജുകളുണ്ട്. ഈ മിസാജ് അനുസരിച്ചാണ് അവന് നൽകേണ്ടത് എന്ത് ചികിത്സയാണെങ്കിലും. അപ്പൊ ഇങ്ങനെ നമുക്ക് മെഡിക്കൽ സയൻസിന്റെ കാഴ്ചപ്പാടിലൂടെ ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്ന വിഷയത്തിൽ ഇനിയും നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. ഈത്തപ്പഴത്തിന്റെ ചാറുണ്ട്, ദബസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഈത്തപ്പഴത്തിന് നമ്മളൊക്കെ നാട്ടിൽ തെങ്ങ് വെട്ടിയാൽ തെങ്ങിന്റെ കുരല് കുട്ടികൾ തിന്നാടുക്കും. അതുപോലെ ഈത്തപ്പഴത്തിന്റെ കുരലും ഉപയോഗിക്കുക. അതിലും ഒരുപാട് ചികിത്സകളുണ്ട്. നേത്ര രോഗങ്ങൾക്ക് ഈത്തപ്പഴം കൊണ്ട് ചികിത്സകളുണ്ട്. കിഡ്നി ഫെയിലിയറിൽ ചികിത്സയുണ്ട് ഈത്തപ്പഴം കൊണ്ട്. വാതവേദനകൾക്ക് പ്രയോജനം ചെയ്യും ഈത്തപ്പഴം. വാതരോഗികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു, ഇദാ അഫ്തറ അഹദുക്കും എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറഞ്ഞു, നിങ്ങൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണം. അത് കിട്ടിയില്ലെങ്കിൽ വെള്ളം കൊണ്ട്. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ അഭിവൃദ്ധി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈത്തപ്പഴം കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന, നോമ്പ് തുറന്നാൽ കിട്ടുന്ന അഭിവൃദ്ധി എന്താണോ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈത്തപ്പഴത്തിൽ ഗവേഷണം നടത്തിയ ഡോക്ടർമാർ ഈത്തപ്പഴത്തിൽ കോളറ രോഗത്തെ രോഗാണുക്കളെ ഈത്തപ്പഴത്തിൽ നിക്ഷേപിച്ചു. എന്നിട്ട് പഠനം നടത്തിയിട്ട് 2 ദിവസത്തിലധികം ഈത്തപ്പഴത്തിൽ കോളറ രോഗാണുക്കൾ ജീവിച്ചില്ല. അപ്പൊ ഈത്തപ്പഴത്തിൽ രോഗാണുക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ശാസ്ത്രീയമായി തെളിവ് സഹിതം തെളിയിച്ചതാണ്. വേറെയും പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ ഈത്തപ്പഴത്തിൽ രോഗമില്ല, എന്നാൽ അത് രോഗങ്ങളെ സുഖപ്പെടുത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ രോഗമില്ല എന്ന് മാത്രമല്ല, അത് രോഗത്തെ സുഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ ബാക്ടീരിയ ഞാൻ അതിൽ കൊണ്ടേ ഇട്ടാൽ പോലും ഈത്തപ്പഴത്തിൽ ബാക്ടീരിയ ജീവിക്കൂല എന്നർത്ഥം. അങ്ങനത്തെ ഈത്തപ്പഴം ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഉപയുക്തവുമാണ് ശാസ്ത്രീയമായി തന്നെ. അതുകൊണ്ട് ഒരാള് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അവന്റെ 12 മണിക്കൂറോളം അവൻ പഷ്ടിയിലാണ്. അങ്ങനത്തെ വയറ്റിലേക്ക് ആദ്യമായി ചെല്ലുന്നത് ഈത്തപ്പഴമാണെങ്കിൽ അവന്റെ ആമാശയത്തെ ശുദ്ധീകരിക്കാൻ അതുകൊണ്ട് സാധിക്കും. ബാക്ടീരിയ എങ്ങനെയായാലും 10-12 മണിക്കൂർ ഭക്ഷണം കഴിക്കാത്തവന്റെ ആമാശയത്തിൽ ബാക്ടീരിയകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ അവന് കഴിയും. ഒന്ന്. രണ്ടാമത്, ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞ കൂടുതൽ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ് മനുഷ്യ ശരീരത്തിന് എനർജി നൽകുന്നതാണ്. 12 മണിക്കൂറോളം ഭക്ഷണമില്ലാതെ ഇരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കാർബോഹൈഡ്രേറ്റിന്റെ ദരിദ്രമായ അവസ്ഥയിലാണ്. ആ സമയത്ത് എനർജി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് ഭക്ഷണം നിങ്ങൾ കഴിച്ചാലും 1 മുതൽ 2 മണിക്കൂർ വരെ വേണം അത് ദഹനം നടന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് അതിന്റെ എനർജി കിട്ടണമെങ്കിൽ. ഒരു മനുഷ്യന്റെ ആമാശയത്തിൽ എത്തിയൊരു വസ്തു അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ 2 മണിക്കൂറിനകമാണ് അത് ദഹനം പൂർത്തിയാക്കി ശരീരത്തിലേക്ക് കിട്ടുന്നത്. അത് നേരെ മറിച്ച് നിങ്ങൾ കഴിക്കുന്നത് ഈത്തപ്പഴമാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്ലൂക്കോസും ഫ്രക്ടോസും, അതിന് ദഹനക്രമം അരമണിക്കൂർ പോലും വേണ്ട. കാരണം അത് തയ്യാറിപ്പ് വസ്തുവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളുടെ ശരീരത്തിൽ